കേസൊന്നുമില്ല, മുനിസിപ്പാലിറ്റി പെർമിറ്റ് ഇല്ല. വെറും റൗണ്ട് കേസം ഇട്ട് ഒരു നമ്പർ ഇട്ടിട്ട് വരും. പേപ്പർ ഉണ്ടോ പരിശോധിക്കുന്നില്ല. പോലീസുകാർ ഇതിനെ നോക്കുന്നില്ല. നമസ്കാരം. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ചെറിയൊരു സംഘർഷ സാധ്യത എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഓട്ടോ തൊഴിലാളികളുടെ ചില പ്രയാസങ്ങൾ അവർ നേരിട്ട് ഇടപെട്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ സമാന്തരമായ സ്റ്റാൻഡ് നിർമ്മിച്ച് തങ്ങളുടെ കഞ്ഞിക്ക് പാർട്ടിയാകുകയാണ് തങ്ങളെ കൂടെ തന്നെയുള്ള ചിലരെന്ന് ഇവർ ആരോപിക്കുന്നു. ആ കാഴ്ചയിലേക്ക് പോകാം. എന്താണ് സംഭവം? സ്റ്റാൻഡല്ല, ഞമ്മടെ വെറുതെ ഇരിക്കുന്നത്. രാവിലെ വന്നിട്ട് 1, 2, 3 മണിക്കൂർ ഇപ്പൊ വന്നാൽ നമ്മപ്പോൾ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നുണ്ട്. നമ്മല്ല 1 മണിക്കൂർ 2 മണിക്കൂർ വെച്ചിട്ട് ഒരു വാടക കിട്ടുന്നു. സ്റ്റാൻഡിന് വെക്കണം. എന്ത് സംഭവം എന്ന് വെച്ചെങ്കിൽ രാവിലെ മുതൽ 6 മണി മുതൽ തുടങ്ങും. ഇവിടെ വന്നിട്ട് വാടക എടുക്കും. ബസ് ഇവിടെ ആളെ ഇറക്കുന്നത് ഉള്ളിൽ പോകുന്നില്ല. പുതിയ ബസ് സ്റ്റാൻഡ് ഉള്ളിൽ പോകുന്നില്ല. പുറത്തിറക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ശരി തന്നെ. ഇവിടെ വണ്ടി വെക്കും, ഇവിടുന്ന് വാടക എടുത്ത് പോകും, തിരിച്ചിട്ട് ഇവിടെ തന്നെ വരും. സ്റ്റാൻഡ് മാതിരി നമ്മൾ ഒറിജിനൽ അവിടെ സ്റ്റാൻഡ് ഉണ്ട് സാറേ. എല്ലാം നമ്മൾ പെർമിറ്റും മുനിസിപ്പാലിറ്റി പെർമിറ്റും ഇൻഷൂറും എല്ലാം അടിച്ചിട്ട് വെക്കുന്ന വണ്ടിയുണ്ട്. വൈകുന്നേരം ഒന്നും വാടക ആകുന്നില്ല, ആടത്തേക്ക് ആൾ വരുന്നില്ല. ഇവിടെ ബസ് ഇറക്കുന്നു, ഇവിടുന്ന് വാടക എടുത്തിട്ട് പോകുന്നു. കേസൊന്നുമില്ല, മുനിസിപ്പാലിറ്റി പെർമിറ്റ് ഇല്ല. വെറും റൗണ്ട് കേസം ഇട്ട് ഒരു നമ്പർ ഇട്ടിട്ട് വരും. പേപ്പർ ഉണ്ടോ പരിശോധിക്കുന്നില്ല. പോലീസുകാർ ഇതിനെ നോക്കുന്നില്ല. വേറൊന്നുമില്ല, ഒന്ന് ഫുള്ള് പരിശോധിച്ചെങ്ങനെ ഈ നമ്പർ റൗണ്ട് ഇട്ടിട്ട് കണ്ടാൽ അളക്കി കേസമുണ്ട്, അത് ഒറിജിനൽ അതിൽ പേപ്പർ ഉണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മൾ എത്ര ഇവിടെ നോക്കി. നമ്മൾ ഇന്ന് മിഞ്ഞാന്ന് 6 മണിക്ക് സ്റ്റാൻഡിൽ വെച്ചത് 8:20 പോണിയാന്നത്. നേരം വെളുക്കുമ്പോൾ വന്നിട്ട് എല്ലാവരുടെ അവസ്ഥ ഇത്. നിങ്ങൾ സ്റ്റാൻഡിൽ പോയിട്ട് വേണം ചോദിച്ചോ. ഇതാണ് നമ്മുടെ അവസ്ഥ. ചോദിച്ചു. നമ്മുടെ നാട്ടിൽ മുനിസിപ്പാലിറ്റി തീരെ പോരാ. അധികൃതർ ഇതിനായിട്ട് ഒരു നടപടി എടുക്കണം. എന്താ വെച്ചാൽ വീട്ടിൽ നോ പാർക്കിനാണ് ഒരു വണ്ടി വെക്കുന്നത്. അത് വെക്കാൻ പാടണ്ട. എന്തെങ്കിലും ട്രാഫിക് പോലീസ് ഇതൊന്ന് ഇടപെട്ട് ശരിയായിക്കൂടെ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ബാക്കി എല്ലാ കാര്യത്തിലും ട്രാഫിക് പോലീസ് ഭയങ്കര ഉത്സാഹമാണ്. ഫൈനയുടെ ഭയങ്കര ഉത്സാഹമാണ്. ഇത് കാണുന്നില്ല അവർക്ക്. ഇത് ഇവിടെ സ്റ്റാൻഡിന് അത് മാത്രമല്ല, ഇവിടെ ഈ ഭാഗത്ത് നിന്ന് അമിതമായിട്ട് വാടക കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ ചോദ്യം വരുന്നത് ഞങ്ങൾ യഥാർത്ഥ സ്റ്റാൻഡിലേക്കാണ്. സംഭവം നിങ്ങൾ അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവർ അധികം മേടിച്ച് ഇന്ന ആളെ ഞങ്ങളോടൊന്ന് ചോദിക്കും. ഞങ്ങൾക്കറിയില്ല. കാരണം ഞങ്ങൾ സ്റ്റാൻഡിൽ ഉള്ള ആളുകൾക്ക് മാത്രമേ ഞങ്ങൾ പരസ്പരം അറിയുള്ളൂ. എന്ത് സാധനം മിസ്സായിട്ടുണ്ടെങ്കിലും വരുന്നത് ഞങ്ങളടുത്തേക്കാണ്. അതൊക്കെ നോക്കണം ഞങ്ങളെ അഭിപ്രായം. കള്ള കേസം ഒരുപാടുണ്ട് ഇവിടെ. കുറച്ച് സമയം കണ്ടിട്ടുണ്ടാവും. വണ്ടി വന്നിട്ട് വെച്ച് സ്റ്റാൻഡിൽ വെക്കുന്നവർ വെച്ച് ആളെ എടുത്തിട്ട് പോന്ന് വെച്ച് വേണ്ടാവെന്ന് വന്ന് ആളെ എടുത്തിട്ട് പോന്ന്. നിങ്ങൊന്ന് നോക്ക് സാറേ. നിങ്ങൾ സ്റ്റാൻഡിൽ പോയിട്ട് സ്റ്റാൻഡിൽ നിന്ന് പോകുമ്പോൾ വണ്ടി സാധനം മറന്നു വെച്ചാൽ നമ്മളത് എത്തിച്ചു കൊടുക്കുന്നു. പക്ഷെ ഇവിടുന്ന് പോകുമ്പോൾ ആരും തന്നെ കൊടുക്കല്. പിന്നെ പാസിന് നമ്മുടെ അവിടെ നിന്ന് ചോദിക്കല്. നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിൽ വെക്കുന്നുണ്ട്. ഇയാളോട് ഒന്ന് ചോദിച്ചു നോക്കി ഇവിടുത്തെ അവസ്ഥ എന്തെന്ന്. ഇയാൾ കറക്റ്റ് പറയും. ഇയാളെപ്പോഴും കാണുന്നുണ്ട് ഇവിടുത്തെ അവസ്ഥ. പോകുന്നുണ്ട്. 5-6 വണ്ടി ലൈനിൽ വെച്ചിട്ടാണ് വാടക എടുക്കുന്നായിരുന്നു. അത് ഇത് സ്റ്റാൻഡല്ലല്ലോ. ഗവൺമെന്റ് അനുവദിച്ച സ്റ്റാൻഡല്ലേ ഇത്. ഇവിടെ വെച്ച് എടുക്കാനേ പാടില്ല. പിന്നെ റണ്ണിങ്ങിൽ എടുത്തോട്ടെ, കുഴപ്പമില്ല. മുനിസിപ്പാലിറ്റി പെർമിറ്റ് ഇല്ലാത്ത വണ്ടിയാണ്. പുതിയ വണ്ടി ഇറക്കുന്നു, വന്നിട്ട് വെക്കുന്നു. ഒരു എന്തുമില്ലെങ്കിൽ ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഒരു വണ്ടിയിലേക്ക് കയറി കിട്ടുമെങ്കിൽ 2-3 മാസം ടൈം എടുക്കണം അതിൻ്റെ പേപ്പർ റെഡി ആയിട്ട് വരണമെങ്കിൽ. ഇതാണ് ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കുന്നത്, നമ്പർ എഴുതിയിട്ട് വരുന്നത്. ഇത് പരിശോധിക്കുന്നില്ല, പോലീസുകാർ പരിശോധിക്കുന്നില്ല. ഞാൻ പറയാം, ഓട്ടോക്കാർ തീരെ പരിശോധിക്കുന്നില്ല. ആ കാര്യം ഞാൻ ഒരു പറയാം. ഓട്ടോക്കാർ കടന്ന് ഇപ്പോൾ കൈയാട്ടലില്ല. എന്താണെങ്കിൽ അത് എനിക്കറിയില്ല. ഓട്ടോക്കാർ ഞാൻ പറയുന്നത് എല്ലാവരും പരിശോധിക്കണം. എല്ലാ പേപ്പർ ക്ലിയർ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഈ ഓട്ടോക്കാരെ തീരെ പരിശോധിക്കണം. എല്ലാ സ്റ്റാൻഡിൽ കയറിയിട്ട് സ്റ്റാൻഡിൽ വന്നിട്ട് പരിശോധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എന്ത് മുനിസിപ്പാലിറ്റി പെർമിറ്റ് ഉണ്ടോ, ഇൻഷൂർ ഉണ്ടോ, ടാക്സ് ഉണ്ടോ, എല്ലാം നോക്കണം സാറേ. എല്ലാം റെഡിയാക്കിയ ആൾക്കിടെ വാടകയില്ല. സ്റ്റാൻഡിൽ വെച്ച് വെറുതെ കുത്തിരിക്കുന്നത്. എന്താ നമ്മൾ നിയമപരമായിട്ട് ഓടാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡിൽ വെക്കുന്നത്. ഇത് എതിർത്തിട്ട് ഓടുന്ന ആൾക്കാണ് വാടക. നമുക്ക് വൈകുന്നേരം പോകുമ്പോൾ ഒന്നുമില്ല. അതായത് സമാന്തര ഒരു സ്റ്റാൻഡ് നിർമ്മിച്ച് അവിടുന്ന് ആളുകൾ എടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ മേൽപ്പാലം ജോലി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചില ബസ്സുകൾക്കെങ്കിലും ഇവിടെ ആളുകൾക്ക് ഈ ഒരു ഭാഗത്ത്, അതായത് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗത്ത് ആളെ ഇറക്കേണ്ടി വരുന്നുണ്ട്. ആ സമയത്ത് ഇവിടെ ഒരു സമാന്തരമായ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ടാക്കി ഇവിടെ നിന്ന് ആളുകളെ എടുക്കുകയാണെന്നും തങ്ങൾ യഥാർത്ഥ ബസ് സ്റ്റാൻഡിൽ, അതായത് യഥാർത്ഥ ഓട്ടോ സ്റ്റാൻഡിൽ ആളുകൾക്ക് ഓട്ടം ലഭിക്കുന്നില്ല എന്നാണ് പരാതി. മാത്രമല്ല ഒരു അംഗീകാരവുമില്ലാത്ത ആളുകളാണ് ഇവിടെ വന്ന്
ഓട്ടോ ഓടിക്കുന്നതെന്നും അമിതമായ ചാർജ് ഈടാക്കുകയും അതിൻ്റെ പഴി യഥാർത്ഥ ഓട്ടോ ഉടമസ്ഥർക്ക് ലഭിക്കുകയാണെന്നും പറയപ്പെടുന്നു. എന്തായാലും ഇവിടെ ഇപ്പോൾ ഒരു കൂട്ടം ഓട്ടോ ഡ്രൈവർമാർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇവർ പറയുന്നത് പോലീസും ട്രാഫിക്കും നിയമപരമായി ഇത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നിയമം കയ്യിലെടുക്കേണ്ടി വരും, അത് വലിയൊരു പ്രയാസത്തിലേക്കും പ്രശ്നത്തിലേക്കും വഴി മാറുമെന്നാണ് ഇവർ പറയപ്പെടുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ സ്റ്റേഷനിൽ പോയിട്ടുണ്ട്, ഒരു 10-12 ഡ്രൈവർമാർ പോയിട്ടുണ്ട്, കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനെന്തെങ്കിലും നടപടി എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു സമാന്തര ഓട്ടോ സ്റ്റാൻഡ് ഇപ്പോൾ നഗരത്തിൽ മുഴുവനും സമാന്തര ഓട്ടോ സ്റ്റാൻഡാണ്. പഴയ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡ് ഉണ്ട്, അതേപോലെ പഴയ ബസ് സ്റ്റാൻഡിൽ വെച്ചാൽ വെറുതെയാണ് മുമ്പിൽ വന്നിട്ട് എല്ലാവരും എടുക്കുന്നു. അപ്പോൾ നിയമം നോക്കുന്നില്ല, ഇവിടെ ശ്രദ്ധിക്കുന്നില്ല, പിടിക്കുന്നില്ല. നിയമം നോക്കി ഒട്ടുപോകും. നിയമമില്ലാതെ ഓടണം, ഇതായിട്ട് നിയമമില്ലാതെ ഓടുന്നെങ്കിൽ പ്രശ്നമില്ല. പലരും ഓട്ടോ തൊഴിലാളികളെ പല രീതിയിൽ കുറ്റപ്പെടുത്തുന്നവരുണ്ടാവാം. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ ചിലപ്പോൾ അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമാണ് അവർ. നിയമം പരിപാലിച്ച് ഓട്ടോ സ്റ്റാൻഡിലെത്തി ആളുകളെ എടുത്ത് മുന്നോട്ട് പോകുന്നവർക്ക് ഈ വ്യവസായം നിലനിർത്താൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ട്രാഫിക് പോലീസും അതുപോലെ നഗരസഭയും ഒക്കെ ഈ ഒരു കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമുണ്ടാക്കുക, സാധാരണക്കാരായ തൊഴിലാളികളെ സംരക്ഷിക്കുക, അനധികൃതമായി ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്നവരെ തടയുക. അല്ല, ആ സൈഡെല്ലാം വണ്ടി വെക്കുന്നവരോട് പറഞ്ഞത് വെക്കുന്നില്ലേന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഏത് സ്റ്റാൻഡിൽ വെക്കുന്നത്? നിങ്ങൾ ഏത് സ്റ്റാൻഡിൽ? എല്ലാ സ്റ്റാൻഡിലും വെക്കും. വീടൊന്നും കാണില്ല നിങ്ങൾ? കാണലുണ്ട്. നമ്മളവിടെ വെക്കുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് വെക്കുന്നുണ്ടോ? എല്ലാ സ്ഥലത്തും വെക്കും. നമ്മളെ സ്റ്റാൻഡിൽ വെക്കുന്നുണ്ട്. എല്ലാ സ്റ്റാൻഡിലും വെക്കും. ഞാൻ കണ്ടില്ല നമ്മളെ സ്റ്റാൻഡിൽ വെക്കുന്നത്. കുറേ വണ്ടി എടുക്കുന്നത് നിങ്ങൾ കണ്ടില്ല. ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ലല്ലോ, നിങ്ങൾക്ക് ബോധിപ്പിക്കണം. ഞാൻ അവിടെ വെക്കണോ? അല്ല, നിങ്ങൾ കണ്ട കാഴ്ചയാണ് പറഞ്ഞത്, ഇല്ലാത്ത കാര്യമല്ല. അതാ കണ്ടാലും സാക്ഷി പറഞ്ഞില്ല. ഇപ്പോൾ ഞാൻ മറുപടി പറഞ്ഞത് എല്ലാവർക്കും സ്റ്റാൻഡിൽ വെക്കുന്നില്ല. നിങ്ങൾ വെക്കുന്നുണ്ടോ? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അതിന്റെ അപ്പുറം ഡയറക്റ്റ് വെക്കുന്നുണ്ടോ? ഡയറക്റ്റ് മുന്നിൽ വെച്ചോണ്ടായി, ഇപ്പൊ വെക്കലില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് പറഞ്ഞത്. ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ സ്റ്റാൻഡിൽ വെക്കാത്ത ഇവിടെ അനധികൃതമായി ആൾക്കാർ എടുക്കുന്നതെന്നാണ്. അപ്പോൾ അത് അവർ തടയണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇവിടെ ശരിയല്ല, നമുക്ക് പെർമിറ്റ് ഉണ്ട്. സ്റ്റാൻഡിൽ ആരെങ്കിലും പറഞ്ഞില്ല വെക്കണ്ടെന്ന് പറഞ്ഞിനാ? ഇല്ല, പ്രശ്നം ഒരു പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾ റണ്ണിങ്ങിൽ എടുക്കുന്ന ഞാൻ പറയുന്നില്ലെങ്കിൽ ഞാൻ സ്റ്റാൻഡിൽ വെക്കൽ, ഞാൻ അവിടെ മുമ്പ് വെച്ചോണ്ടായി ലൂംസിന്റെ അവിടെ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ റണ്ണിങ്ങിൽ പോകുമ്പോൾക്ക്, ഇപ്പൊ വണ്ടിങ്ങനെ പോകുമ്പോൾക്ക് എനിക്ക് കുറെ പ്രാവശ്യം അനുഭവം ഉണ്ട്. ഇങ്ങനെ പോകുമ്പോൾക്ക് ഒരു പെണ്ണ് ആരെങ്കിലും ഒരു കൈയാട്ടി അതിന് പോലീസ് തടയുന്ന സംഭവമുണ്ട്. അതിനെ പോലീസ് തടയുന്നത് നിയമപ്രകാരമായിട്ട് റണ്ണിങ്ങിൽ പോകുന്നുണ്ട് ആളെടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നല്ല പറയുന്നത്. അതിന് ഒരു പോലീസുകാരനെ ഒന്നല്ല ഒരു 3 വട്ടം തന്നെ പോലീസുകാരനെ പിന്നെ ആളിറക്കിയിട്ട് എൻ്റെ വാർഡ് നഷ്ടപ്പെടുത്തിന്. അപ്പോൾ സമാന്തര ഓട്ടോ സ്റ്റാൻഡിനെ തടയുന്നില്ല, ഇതുപോലെയാണ് തടയുന്നത്. ഞാൻ അവിടെ വെച്ചിട്ട് ഇതുവരെ എടുത്തിട്ടില്ല. റണ്ണിങ്ങിലാണ് നമ്മൾ തടഞ്ഞിട്ടുണ്ട് പോലീസുകാർ, മറ്റേ സാധാരണ ലോക്കൽ പോലീസുകാർ. മറ്റേ മാർജിൻ ഫ്രീ മോളില് സാധാരണ വെക്കുന്നുണ്ടല്ലേ നിങ്ങൾ? മോളിലാണ് വെക്കുന്നത്. അല്ല, സ്റ്റാൻഡില്ല, എല്ലാവരും വെക്കുന്നത് അവിടെ. അയാളെന്നെ പറഞ്ഞ കണ്ടില്ലേ? അല്ല, ഒരാൾ വെക്കുമ്പല്ലേ മറ്റാൾ വെക്കുന്നത്. അതാണ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളെ വായി തന്നെ കേട്ടില്ലേ എങ്ങനെ സത്യാവസ്ഥ? സംഭവം അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റോന് ചെയ്യുന്ന പകരം നമ്മൾ ചെയ്യണമെന്നില്ല, മറ്റോന് ചെയ്ത പോലെ നമ്മൾ ചെയ്യണമെന്നില്ല. അല്ല, നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത്. നമ്മളിപ്പോ ഒരു വാടക ഇറക്കിയിട്ട് പോകുന്ന സമയത്ത് ആരും കൈകാട്ടി എടുക്കുന്ന പ്രശ്നം. ഇത് ലൈനായിട്ട് സ്റ്റാൻഡ് മാതിരി വെച്ചിട്ട് എടുക്കുന്നതിനേ നമ്മൾ പറയുന്നുള്ളൂ. അങ്ങനെ ചെയ്യേണ്ട. ഇപ്പോൾ അവന് പോകുന്ന വഴിക്ക് ഒരാൾ കൈയാട്ടി നിർത്താൻ കഴിയില്ല. അതിപ്പോൾ ആരായാലും നിർത്തും. ഇതിനെ പറയുന്നത് ഞാനായാലും നിർത്തും. അങ്ങനെ എടുക്കുന്നതിനല്ല പറയുന്നത്. ഇത് സമാന്തരമായിട്ട് സ്റ്റാൻഡ് പോലെ ലൈനിൽ വെക്കുന്ന ബസ് വരുമ്പോൾ ആളെ ഇറക്കുന്ന പോകുന്ന അതേ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഇത് സ്റ്റാൻഡ് അല്ല. ആളെ പാസഞ്ചർ ഇറക്കിച്ചിട്ട് ബാക്കിയുള്ള അവിടുന്ന് ആ ഭാഗം പിന്നെ ഇടതുവശത്തുള്ള പിന്നെ ഈ ഓട്ടോക്കാർ ഡ്രൈവർമാർ വന്നിട്ട് ഇറക്കിയ ദിവസമുണ്ട്, ഇറക്കിയ ഒരു സാഹചര്യമുണ്ട്. അതന്നെ, അത് എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ വെക്കുന്ന കൊണ്ടാണ് പറയുന്നത്. വെച്ചുള്ള സംഭവമല്ല, റണ്ണിങ്ങിൽ പോകുമ്പോഴുള്ള സംഭവം ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും പരാതികളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ സമാന്തര ഓട്ടോ സ്റ്റാൻഡ് എന്തായാലും ഒരു നഗരത്തിൻ്റെ വികസനത്തിന് എന്തായാലും ഭൂഷണമല്ല, അത് ഉറപ്പാണ്. കാരണം ഒരു കൃത്യമായി നഗരാസൂത്രണ പ്രകാരം നിശ്ചിത സ്ഥലത്ത്
ഓട്ടോ സ്റ്റാൻഡ് രേഖപ്പെടുത്തുകയും അവിടെ തന്നെ ജോലി ചെയ്യുകയാണ് ഏറ്റവും ഉത്തമമായ കാര്യം. കണ്ടിടത്തൊക്കെ സ്റ്റാൻഡ് നിർമ്മിക്കുകയാണെങ്കിൽ പിന്നെന്തിനാണ് ഒരു നഗരസഭ, പിന്നെന്തിനാണ് ട്രാഫിക് റൂൾസ്, ട്രാഫിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ കൃത്യമായി നഗരാസൂത്രണത്തിൻ്റെ ഭാഗമായി നിശ്ചയിക്കപ്പെട്ട ഓട്ടോ സ്റ്റാൻഡുകൾ ഉപയോഗപ്പെടുത്തുക എന്നത് മാത്രമാണ് നഗരത്തിൻ്റെ പുരോഗതിക്കും നല്ലത്. പരസ്പരം തള്ളി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ എല്ലാവരും പരസ്പരം മനസ്സിലാക്കുക, ഒരു അവബോധം സൃഷ്ടിക്കുക. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്നവരാണ്, എല്ലാവരും വീട്ടിലും കഞ്ഞിയും എന്ന് പറയുന്ന ഉപ്പും വേണം അല്ലേ? എല്ലാവരും കഞ്ഞി, എല്ലാവരും ഒരു ആരും മോഷ്ടിക്കാൻ വന്നല്ലോ. അപ്പോൾ എല്ലാവരും സ്റ്റാൻഡ് ഉപയോഗപ്പെടുത്തുക, അതല്ലെങ്കിൽ നിങ്ങൾ റണ്ണിങ് ചെയ്യുക. സമാന്തര സ്റ്റാൻഡ് വേണ്ട എന്ന് മാത്രം. നന്ദി, നമസ്കാരം.